ഓണത്തിന് റിലീസ് ചെയ്യാൻ പാകത്തിൽ ഒരു ജയറാം ചിത്രം. അങ്ങനെയായിരുന്നു ഇരട്ട സംവിധായകരും രചയിതാക്കളുമായ റാഫിയോടും മെക്കാർട്ടിനോടും സാഗ അപ്പച്ചൻ ആവശ്യപ്പെട്ടത്. ജയറാം നായകനായ ഇതേ ടീമിന്റെ പുതുക്കോട്ടയിലെ പുതുമണവാളൻ സൂപ്പർ ഹിറ്റായി മാറിയിരുന്നു. കഥയ്ക്ക് കരുത്തുണ്ടാവണമെന്നും നർമ്മം തുളുമ്പണമെന്നും ഒരു കഥാപാത്രവും വില്ലനായി വരരുതെന്നും കൂടി ഓർമ്മിപ്പിച്ചു അപ്പച്ചൻ. ഒരിക്കൽ റാഫിയും മെക്കാർട്ടിനും കൂടി മദ്രാസിലേക്ക് പോകുന്ന വഴിക്ക് ട്രെയിൻ ഒരു സ്റ്റേഷനിൽ നിർത്തി. അവർ കഴിച്ച ഭക്ഷണപ്പൊതി പുറത്തേക്ക് എറിഞ്ഞു. പെട്ടെന്ന് സ്കൂൾ യൂണിഫോം ധരിച്ച ഒരു പയ്യൻ വന്ന് ആ പൊതി എടുത്തു. ആ പയ്യനെ കണ്ടപ്പോൾ എന്തോ നല്ല കുടുംബത്തിൽ ജനിച്ചതാണെന്ന് റാഫിക്ക് തോന്നി. അവർ അവനെ അടുത്ത് വിളിച്ച് വിശേഷങ്ങൾ തിരക്കി. ആംഗ്യത്തിലൂടെ സംസാരിക്കാൻ ശ്രമിച്ച അവൻ പൊട്ടനാണെന്നറിഞ്ഞപ്പോൾ അവർക്ക് വിഷമം വന്നു. അവർ കുറച്ച് പണമെടുത്ത് പയ്യന് കൊടുത്തു. അവൻ അത് സന്തോഷത്തോടെ വാങ്ങി തിരിഞ്ഞു നോക്കി നടന്നുപോയി. അപ്പോൾ മെക്കാർട്ടിൻ റാഫിയോട് ചോദിച്ചു, അവൻ പൊട്ടനല്ലെങ്കിലോ? തീർച്ചയായും അങ്ങനെയും ചിന്തിക്കാം, റാഫി പറഞ്ഞു. അന്ന് മനസ്സിൽ ചേക്കേറിയ ആ പൊട്ടൻ കഥാപാത്രത്തെ കൊച്ചിയിൽ വർഷങ്ങളായി താമസിക്കുന്ന പഞ്ചാബി കുടുംബത്തിലേക്ക് കണ്ണി ചേർത്ത് നർമ്മത്തിൽ പൊതിഞ്ഞ് പഞ്ചാബി ഹൗസ് എന്ന പേരും ചാർത്തിയായിരുന്നു പിന്നീട് റാഫിയും മെക്കാർട്ടിനും അപ്പച്ചനോട് കഥ പറഞ്ഞത്. കഥ കേട്ട് പൂർത്തിയായതും അപ്പച്ചൻ പറഞ്ഞു, ജയറാം ഈ കഥയിൽ ശരിയാവില്ല, നമുക്ക് വേറെ ആരെയെങ്കിലും നോക്കാം. റാഫിയും മെക്കാർട്ടിനുമാണ് ദിലീപിന്റെ കാര്യം പറഞ്ഞത്. അപ്പച്ചന് സമ്മതമായിരുന്നു. നായികയായി ഒരു പുതുമുഖമായിരുന്നു. ഷൂട്ടിങ്ങിന്റെ തുടക്കത്തിൽ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ച് പതറിക്കളിച്ചപ്പോഴായിരുന്നു പുതുമുഖത്തെ മാറ്റി മോഹിനിയെ ഫിക്സ് ചെയ്തത്. തിലകൻ, ലാൽ, കൊച്ചിൻ ഹനീഫ, ജനാർദ്ദനൻ, ഹരിശ്രീ അശോകൻ തുടങ്ങിയവരെയും കരാർ ചെയ്തു. പനമ്പള്ളി നഗറിലുള്ള ആൾതാമസമില്ലാത്ത വീട്ടിലിരുന്നായിരുന്നു സ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയത്. എറണാകുളമായിരുന്നു ലൊക്കേഷൻ. ഗാനരചന എസ് രമേശൻ നായരും ഈണം സുരേഷ് പീറ്റേഴ്സുമായിരുന്നു. ഏപ്രിൽ ഷൂട്ടിംഗ് തുടങ്ങിയ ചിത്രം ആഗസ്റ്റ് ആദ്യവാരം മുഴുവൻ ജോലിയും പൂർത്തിയാക്കി. ആഗസ്റ്റ് 24 റിലീസ് നിശ്ചയിച്ചു. പക്ഷേ ഓണച്ചിത്രങ്ങളുടെ ബഹളത്തിനിടയിൽ പഞ്ചാബി ഹൗസിനോട് വാക്ക് പറഞ്ഞ തിയേറ്ററുകാർ മുഖം തിരിച്ചു. ഒടുവിൽ 1998 സെപ്റ്റംബർ 24 പഞ്ചാബി ഹൗസ് പ്രദർശനത്തിനെത്തി. ഓണച്ചിത്രങ്ങൾ കൂട്ടപ്പൊരിച്ചിലിൽ കിടന്ന് നിലവിളിച്ചപ്പോൾ പഞ്ചാബി ഹൗസ് ബോക്സ് ഓഫീസിൽ പുതിയ റെക്കോർഡ് രചിച്ചുകൊണ്ടായിരുന്നു ജൈത്രയാത്ര തിരിച്ചത്.